അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. 6666 എന്ന അക്കം വലിയ പുണ്യമുള്ള അക്കമാണ് എന്നും അത് ഖുർആനിലെ ആയത്തുകളുടെ എണ്ണമാണ് എന്നും ഒക്കെയുള്ള വിശ്വാസവും ധാരണയും നമുക്കിടയിൽ പ്രചാരം നേടിയിട്ടുണ്ട്. 6666 എന്ന അക്കത്തിന് ഇസ്ലാമിൽ വല്ല പ്രാധാന്യമുണ്ടോ എന്നാണ് ഇവിടെ ഇന്ന് പരിശോധിക്കുന്നത്. 6666 ഖുർആന്റെ ആയത്തുകളുടെ എണ്ണം ആണ് എന്ന് പറയപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. 6666 എന്ന അക്കം ഫോൺ നമ്പറിന്റെ അവസാനം വരാനും വണ്ടിയുടെ വാഹനത്തിന്റെ നമ്പറായി കിട്ടാനും വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തുന്നവരും ഒരുപാട് പൈസ മുടക്കുന്നവരും ഒക്കെ നമുക്കിടയിലുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് ഖുർആൻ ഡൈജസ്റ്റ് എന്ന് പറയുന്ന പഴയ ഒരു സുവനീറാണ്. തൊട്ടാൽ പൊടിയും SBC ഖുർആൻ വ്യാഖ്യാന സുവനീർ 1985 സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചെമ്മാട്, ഹിദായനഗർ ചെമ്മാട് അവരാണ് ഇത് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും നല്ല ഒരു സുവനീറാണ്. എല്ലാവരുടെ കയ്യിലും, എല്ലാ പ്രഭാഷകരുടെയും ആലിമീങ്ങളുടെയും കയ്യിലിരിക്കേണ്ട, സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സുവനീറാണ്. ഈ സുവനീറിന്റെ 185-ാമത്തെ പേജിൽ മനോഹരമായൊരു ലേഖനമുണ്ട്. AM ഷറഫ് സാഹിബാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ ലേഖനത്തിൽ പറയപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം വായിക്കാം. മദീന, മക്ക, കൂഫ, ബസറ എന്നിവിടങ്ങളിൽ വെച്ചെല്ലാം ഖുർആന്റെ ആയത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട്. വളരെ ശ്രമകരമായ യജ്ഞം തന്നെയാണ് നടന്നത്. മദീനയിൽ 2 തവണ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ എണ്ണലെന്നും അന്തിമ എണ്ണലെന്നും അതിനെക്കുറിച്ചൊക്കെ പറയപ്പെടുന്നു. ഈ എണ്ണങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാം മദീന ഗണന പ്രകാരം 6217 ആയത്തുകളാണ് ഖുർആനിൽ ഉള്ളത് എന്ന് കണ്ടെത്തി. ഇമാം നാഫിഅ് ഈ പക്ഷക്കാരനാണ്. മദീനയിലെ രണ്ടാം അഥവാ അന്ത്യ ഗണനമനുസരിച്ച് 6210 ആണ് എന്നും കണ്ടെത്തുകയുണ്ടായി ഖുർആന്റെ ആയത്തുകൾ. 6218 ആയത്തുകളാണ് ഖുർആനിലെന്നും അതല്ല 6210 ആയത്തുകളാണ് ഖുർആനിലെന്നും എണ്ണത്തിലൂടെ കണ്ടെത്തുകയാണ് ചെയ്തത്. ഇതിന്റെ കാരണങ്ങളെല്ലാം ഖുർആൻ പണ്ഡിതന്മാർ കൃത്യമായി പറയുന്നുണ്ട്. ഈ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ഖുർആന്റെ എണ്ണം തന്നെ കൃത്യമായിട്ട് അറിയില്ല എന്ന് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷെ അതിന്റെ കാരണം കൂടി അവർ പഠിക്കേണ്ടതുണ്ട്. ചില ആയത്തുകളെ അഥവാ ചില വചനങ്ങളെ ഒന്നായും രണ്ടായും കണക്കാക്കിയവരുണ്ട്. അതനുസരിച്ചാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ആയത്തുകളുടെ എണ്ണത്തിൽ വൈവിധ്യം ഈ ലേഖകനും കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹവും എണ്ണി നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എണ്ണം അദ്ദേഹം എണ്ണിയതനുസരിച്ച് 6236 ആയത്തുകളാണ് അദ്ദേഹം പഴയ ഒരു മുസഹഫ് എടുത്ത് എണ്ണിയത് എന്ന് അദ്ദേഹം തന്നെ സമർത്ഥിക്കുകയാണ്. അവസാനം അദ്ദേഹം പറയാണ് 6666 ആയത്തുകളാണ് ഖുർആൻ എന്ന വാദഗതി തെളിയിക്കപ്പെടേണ്ടതായിരിക്കുന്നു. അപ്പൊ 6666 ആയത്തുകളാണ് ഖുർആനിൽ ഉള്ളത് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഈ കാര്യം ഒരു വലിയ ഖുർആൻ ക്ലാസ്സിൽ ഈ വിനീതൻ പറഞ്ഞപ്പോൾ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അപ്പോൾ ആ ഖുർആൻ ക്ലാസ്സിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള ഖുർആന്റെ ആയത്തുകളൊന്ന് എണ്ണി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അത് എണ്ണാൻ വളരെ എളുപ്പമാണ്. സൂറത്ത് ബഖറ ഇത്ര ആയത്ത്, സൂറത്തുൽ ഫാത്തിഹ 7, സൂറത്തുൽ ബഖറ ഇത്ര, സൂറത്ത് ആൽ ഇമ്രാൻ ഇത്ര ആയത്ത് എന്ന ഓരോ സൂറത്തുകളുടെ 114 സൂറത്തുകളുടെ അവസാനത്തെ നമ്പർ ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതൊന്ന് കൂട്ടി നോക്കാൻ പറഞ്ഞു. ഒരാൾക്കും 6666 ആയത്തുകൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ആരാണ് 6666 എന്ന അക്കം
ഇസ്ലാമിന്റെ പുണ്യമായ ഒരക്കമാണ് എന്ന് പുറത്തുവിട്ടത് എന്ന് ഈ വിനീതൻ അറിയില്ല. ആരെങ്കിലും കമന്റുകളിലൂടെ അറിയിച്ചാൽ അതൊരു വിജ്ഞാനപ്രദമായിരിക്കും. പൂർണ്ണമായും നിഷേധിക്കുന്നില്ല, പൂർണ്ണമായും 6666 തള്ളിക്കളയുന്നുമില്ല. അങ്ങനെ പറഞ്ഞ ഉലമാക്കളും ഉണ്ടാവാം. കമന്റുകളിലൂടെ അങ്ങനെ പറഞ്ഞ ഉലമാക്കളുടെ പേരും അതിന്റെ അടിസ്ഥാനവും ആ ഗ്രന്ഥത്തിന്റെ നാമവും ഒക്കെ അറിയിച്ചാൽ നല്ലതായിരിക്കും എന്നുകൂടി വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കൂടുതൽ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.